ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. നെയ്മർ ആരാധകരെ സംബന്ധിച്ചിടത്തോളം വളരെയധികം സന്തോഷമുള്ള ഒരു ദിവസമാണ് ഇന്ന്. പറയാൻ കാരണം, നാളെ സ്കോട്ട്ലാൻഡിനെതിരെ നടക്കുന്ന ബ്രസീലിൻ്റെ മത്സരത്തിൽ നെയ്മർ കളിക്കും എന്നുള്ളത് ഇപ്പോൾ ഉറപ്പായി കഴിഞ്ഞിട്ടുണ്ട്. സ്റ്റാർട്ടിംഗ് 11-ൽ ഉണ്ടാവില്ല, മറിച്ച് പകരക്കാരൻ്റെ രൂപത്തിൽ മത്സരത്തിൻ്റെ അവസാനത്തെ കുറച്ച് മിനിറ്റുകൾ നെയ്മർ ജൂനിയർ കളിക്കും എന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കപ്പെടുന്നത്. വലിയ ഒരു കാത്തിരിപ്പിനാണ് ഇപ്പോൾ വിരാമമാകുന്നത്. ഏകദേശം 3 വർഷക്കാലം നെയ്മർ ജൂനിയർ പരിക്കിൻ്റെ പ്രശ്നങ്ങൾ കൊണ്ട് ബ്രസീലിയൻ ദേശീയ ടീമിൽ നിന്നും പുറത്തായിരുന്നു. ഇപ്പോൾ അദ്ദേഹം തിരിച്ചെത്തുകയാണ്. കൃത്യമായി പറഞ്ഞാൽ അവസാനമായി കൊണ്ട് ബ്രസീലിയൻ ടീമിന് വേണ്ടി നെയ്മർ കളിച്ചത് 2023 ഒക്ടോബർ മാസത്തിലാണ്. അതിനുശേഷം ഇപ്പോഴാണ് നെയ്മർ കളിക്കാൻ ഇറങ്ങുന്നത്. 981 ദിവസങ്ങൾക്ക് ശേഷം നെയ്മർ ജൂനിയർ ബ്രസീലിൻ്റെ 10ാം നമ്പർ ജേഴ്സി ധരിച്ചുകൊണ്ട് ഇറങ്ങുകയാണ്. ആരാധകരെല്ലാവരും അത് കാണാൻ വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ്. ഇനി സ്കോട്ടിഷ് പടക്കെതിരെ ഇറങ്ങുമ്പോൾ ഇവിടെ മറ്റൊരു ഓർമ്മ കൂടി പുതുക്കേണ്ടതുണ്ട്. അതായത് 2011 മാർച്ച് 27-ാം തീയതി ബ്രസീലും സ്കോട്ട്ലാൻഡും തമ്മിൽ ഏറ്റുമുട്ടിയിരുന്നു. ലണ്ടനിലെ എമിറേറ്റസ് സ്റ്റേഡിയത്തിൽ വെച്ചുകൊണ്ടായിരുന്നു ഈ മത്സരം നടന്നിരുന്നത്. അന്ന് ബ്രസീൽ എതിരില്ലാത്ത 2 ഗോളുകൾക്ക് സ്കോട്ട്ലാൻഡിനെ പരാജയപ്പെടുത്തി. ആ 2 ഗോളുകളും നേടിയത് നെയ്മർ ജൂനിയറാണ്. അതായത് 42-ാമത്തെ മിനിറ്റിൽ നെയ്മറുടെ ഒരു ഓപ്പൺ പ്ലേ ഗോൾ വരുന്നു. സ്കിൽഫുൾ ഫിനിഷ് ആയിരുന്നു. പിന്നീട് 77-ാമത്തെ മിനിറ്റിൽ ബ്രസീലിന് അനുകൂലമായി ഒരു പെനാൽറ്റി ലഭിച്ചു. അതും നെയ്മർ ജൂനിയർ ഗോളാക്കി മാറ്റി എന്നുള്ളതാണ്. എടുത്തു പറയേണ്ട കാര്യം, നെയ്മർ ബ്രസീലിയൻ ദേശീയ ടീമിന് വേണ്ടി കളിക്കുന്ന കേവലം 3ാമത്തെ മത്സരമായിരുന്നു അത്. അതായത് അന്ന് നെയ്മർക്ക് 19 വയസ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അന്നാണ് നെയ്മർ ജൂനിയർ ഇരട്ട ഗോളുകൾ നേടിക്കൊണ്ട് സ്കോട്ടിഷ് പടക്കെതിരെ ബ്രസീലിന് വിജയം സമ്മാനിച്ചത്. ആ ഒരു മത്സരം ഇപ്പോൾ ആരാധകർ ഓർത്തെടുക്കുന്നുണ്ട്. ഏതായാലും അതിന് സമാനമായ ഒരു പ്രകടനം ഇന്ന് നെയ്മറിൽ നിന്നും ബ്രസീലിന് ലഭിക്കേണ്ടതുണ്ട്. നെയ്മർക്ക് ഗോളോ അസിസ്റ്റോ നേടാൻ സാധിക്കുമോ എന്നുള്ളതാണ് ഇപ്പോൾ ആരാധകർ ഉറ്റുനോക്കുന്ന കാര്യം. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോ കാണാം.